ശ്രീനാഥ്, പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഒരു ആക്രമണം അവർ മുന്നിൽ കാണുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അതിനെ പ്രതിരോധിക്കുക മാത്രമല്ല, ഇന്ത്യ ഒട്ടനവധി നയതന്ത്ര വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ ഒരു തിരിച്ചടിയായാണ് പാകിസ്ഥാന്റെ നിലവിലെ തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഇന്ത്യ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? യുദ്ധം ഇങ്ങനെ തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് അതിർത്തിയിൽ നിൽക്കുന്നത്. എങ്ങനെയാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ? തീർച്ചയായും ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യം, ഒരു ബിൽഡപ്പ് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നുണ്ട് ഇരു രാജ്യങ്ങൾക്കിടയിലും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസമാണ് ഒരു മിസൈൽ പരീക്ഷണത്തിന് വേണ്ടി സർഫേസ് ടു സർഫേസ് മിസൈൽ പരീക്ഷിക്കാൻ വേണ്ടി പാകിസ്ഥാൻ നേവി തീരുമാനിക്കുകയും അങ്ങനെ ഒരു മാരിടൈം അഡ്വൈസറി അവർ പുറത്തിറക്കുകയും ചെയ്തത്. ആ വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു മിസൈൽ പരീക്ഷണം നടന്നിരിക്കുന്നു. അറബിക്കടലിൽ INS സൂറത്തിൽ നിന്നാണ് ഒരു മിസൈൽ പരീക്ഷണം നടന്നിരിക്കുന്നത്. സമുദ്രത്തിലൂടെ നീങ്ങുന്ന എതിരാളിയെ അതിനെ പിന്തുടർന്ന് നശിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മിസൈൽ അത് രൂപകൽപ്പന ചെയ്യുകയും അത് വിജയകരമായി പരീക്ഷിക്കാനും കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, വിശാഖപട്ടണം ക്ലാസ്സിൽ പുറത്തിറങ്ങിയ കമ്മീഷൻ ചെയ്തതാണ് INS സൂറത്ത്. ഈ വർഷം ജനുവരി 15 മാത്രമാണ് അത് കമ്മീഷൻ ചെയ്തത്. പുതിയ നമ്മുടെ നാവികസേനയ്ക്ക് കരുത്തുകൂട്ടി ഏറ്റവും ഒടുവിൽ നമ്മൾ രംഗത്തിറക്കിയ യുദ്ധക്കപ്പലാണ്. ആ കപ്പലിൽ നിന്നാണ് ഇത്തരമൊരു പരീക്ഷണം നടത്തുന്നത്. അതിൻ്റെ ഒരു സമയം കൂടിയാണ് പ്രധാനം. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, പാകിസ്ഥാനുമായുള്ള ഒരു ബന്ധം അത് എന്നത്തേക്കാൾ വളരെയധികം മോശമായി നിൽക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം തന്നെ പാകിസ്ഥാൻ ഒരു ആയുധ പരിശീലനം, ഒരു പരീക്ഷണം നടത്താൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഈ തരത്തിൽ ഒരു പ്രതികരണം ഇന്ത്യൻ നേവിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും നേവിയുടെ വാർത്താക്കുറിപ്പിൽ ഇന്ത്യ എത്രത്തോളം ആത്മവിശ്വാസത്തോടെയാണ് ഈ പരീക്ഷണം നടത്തിയത്, വിജയിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം വ്യക്തവുമാണ്. പക്ഷേ നയതന്ത്ര വിദഗ്ധനായ ശ്രീ PJ വിൻസെന്റ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തോടു കൂടെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. ശ്രീ PJ വിൻസെന്റ്, ഇപ്പോൾ ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നയതന്ത്ര യുദ്ധം അങ്ങനെ കടുപ്പിക്കുകയാണ് ഇരു രാജ്യങ്ങളും. ഇന്ത്യയുടെ വ്യോമപാത അടയ്ക്കുന്നു പാകിസ്ഥാൻ. തിരിച്ച് ഇന്ത്യയും നയതന്ത്ര ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുന്നു. അപ്പോൾ ഈ നടപടികൾക്ക് ഏത് രീതിയിലുള്ള ഒരു അവസാനമായിരിക്കും ഉണ്ടാവുക? അല്ല, ഇതിപ്പോ യുദ്ധ സമാനമായ അവസ്ഥ എന്നല്ല, യുദ്ധം തന്നെയാണല്ലോ. യഥാർത്ഥത്തില് പഹൽഗാമിൽ പാകിസ്ഥാൻ നടത്തിയത് യുദ്ധമാണ്. അതിർത്തി കടന്നു വന്ന ഇന്ത്യൻ മണ്ണിൽ വന്ന നടത്തിയിട്ടുള്ള യുദ്ധത്തിന് അതിന് മറുപടി കൊടുത്തല്ലേ മതിയാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും രാഷ്ട്രീയമായിട്ടും തലത്തിലും സംയുക്തമായ ഒരു യുദ്ധമുഖം ഇന്ത്യ തുറന്നു. അത് അത്തരമൊരു റെസ്പോൺസ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നിർബന്ധമായി ഉണ്ടായേ മതിയാവും. യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ തീവ്രവാദ സംഘങ്ങളെ അതിർത്തി കടത്തിവിട്ട് ഇന്ത്യ സാധാരണക്കാരായ ഇന്ത്യൻ പൗരന്മാരുടെ ജീവൻ എടുക്കുന്ന ഭീകര രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. അപ്പോൾ ഈ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഇൻഡസ് നദീജല കരാർ ഇപ്പൊ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ കരാർ 1960-കളിൽ ഉണ്ടായ സമയത്ത് പാകിസ്ഥാന് അതിന്റെ വലിയ ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ള കരാറാണ്. 1960-ലാണ് ആ കരാർ ഒപ്പിടുന്നത്. 1965-ലെയും 71-ലെയും 98-ലെയും യുദ്ധകാലത്ത് പോലും ഈ കരാർ റദ്ദാക്കാതെ അത് മുന്നോട്ട് കൊണ്ടുപോയതിന്റെ പിന്നിൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ നമ്മുടെ ഭാരതത്തിന്റെ സമാധാന പ്രേമം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചല്ലോ. അതേസമയം നദീജല കരാർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അത് 30% വെള്ളം മാത്രമാണ് ഇന്ത്യ എടുക്കുന്നത്. 70% പാകിസ്ഥാന് കൊടുത്തുകൊണ്ട് സിന്ധു നദിയും അതിന്റെ 5 പോഷക നദികളും ചേർന്ന 6 നദികളിലെ വെള്ളം ഷെയർ ചെയ്യുന്ന ഒരു കരാറാണ്. അപ്പോൾ ആ കരാർ സസ്പെൻഡ് ചെയ്തു. അതോടൊപ്പം വ്യോമപാത അടച്ചു. ഇപ്പൊ പാകിസ്ഥാൻ നമുക്കെതിരായി എടുത്തിട്ടുള്ള ഈ സമീപനങ്ങളൊന്നും ഭാരതത്തെ കാര്യമായിട്ടൊന്നും ബാധിക്കാൻ പോകുന്നില്ല. വാഗ ബോർഡർ അടച്ചിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ പാകിസ്ഥാനെതിരായിട്ട് ഇന്ത്യ കുറച്ചുകൂടി ശക്തമായ നിലപാടുകൾ സ്വീകരിക്കണം എന്നുള്ളതാണ് അഭിപ്രായം. ഇപ്പോൾ ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നതോ അതല്ലെങ്കിൽ അവിടുത്തെ കോൺസുലേറ്റ് അടച്ചുപെടുന്നതോ ഹൈക്കമ്മീഷനേറ്ററിലുള്ള ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നതോ ഒക്കെ സ്വാഭാവികമായ നയതന്ത്ര യുദ്ധത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഇന്നത്തെ ഘട്ടത്തിൽ അതിനേക്കാൾ പ്രധാനമായ പാകിസ്ഥാനെ രാഷ്ട്രീയമായിട്ടും നയതന്ത്രപരമായും നിർവീര്യമാക്കാൻ കഴിയുന്ന കൂടുതൽ ശക്തമായ നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അപ്പോൾ ഇന്ത്യ നടപടികൾ തുടങ്ങിയ ഉടനെ തന്നെ പകരം ഒരു പ്രതികരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതിനപ്പുറത്തേക്ക് ഇത് ഇന്ത്യ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. അതേസമയം ഇന്ത്യ ഇപ്പോൾ എടുത്തിട്ടുള്ള നടപടികൾ പോരാ എന്നാണ് എന്റെ അഭിപ്രായം. അത് നയതന്ത്ര യുദ്ധമാണെങ്കിലും അതിർത്തിയിലുള്ള യുദ്ധമാണെങ്കിലും കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം.
അതിർത്തിയിലെ കാര്യങ്ങൾ ഇന്ത്യൻ പട്ടാളം നോക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ അവിടെ ലൈൻ ഓഫ് കൺട്രോൾ ആണുള്ളത്. ഇത് ഒരിക്കലും ലൈൻ ഓഫ് കൺട്രോൾ ആയിരുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ച് മാത്രമാണ് അത് ലൈൻ ഓഫ് കൺട്രോൾ ആയിരുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് ലൈൻ ഓഫ് ഫയർ ആയിരുന്നു. ഇന്ത്യയിലേക്ക് വെടിവെക്കാനുള്ള ഒരു സ്ഥലം എന്നതിനപ്പുറത്തേക്ക് അതിന്റെ മാന്യത നിലനിർത്തുവാനോ സമാധാനം ആഗ്രഹിക്കുന്ന സമീപനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. നോക്കൂ, ഇന്ത്യ പാക് ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും ആരംഭിച്ചത് പാകിസ്ഥാനാണ്. 1948, 65, 71, 98 4 മേജർ യുദ്ധങ്ങൾ 4 ആരംഭിച്ചത് പാകിസ്ഥാനാണ്. അതും സമാധാന ചർച്ചകൾ നടക്കുന്ന വേളയിലാണ് ഈ യുദ്ധങ്ങളെല്ലാം ഉണ്ടായതെന്നുകൂടി പ്രധാനപ്പെട്ടതാണ്. വാഗ ഡിപ്ലോമസിയിൽ ഇരു രാജ്യങ്ങളും ഐക്യപ്പെട്ട് നിൽക്കുമ്പോഴാണല്ലോ 1998 കാർഗിലിലേക്ക് പട്ടാളക്കാരെയും ഭീകരരെയും അയച്ച് ഇന്ത്യൻ മണ്ണിൽ യുദ്ധം എത്തിച്ചത്. അതിനുശേഷം ചെറുതും വലുതുമായി എത്ര 20ാം നൂറ്റാണ്ടിൽ എടുത്തു കഴിഞ്ഞാൽ അക്രമത്തിന്റെ ഒരു പരമ്പര തന്നെ 2001 ഇന്ത്യൻ പാർലമെന്റ് അക്രമത്തിൽ തുടങ്ങി പുൽവാമ ആക്രമണം, ഇപ്പോഴിതാ 2025 പഹൽഗാമിൽ എത്തി നിൽക്കുകയാണ്. ഇത്രയും അധികം അതിക്രമങ്ങൾ ഇന്ത്യൻ മണ്ണിലേക്ക് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അത് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു ഭീകര രാഷ്ട്രമായി പാകിസ്ഥാനെ ഇന്ന് ലോകം കാണുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ലോക രാഷ്ട്രീയത്തിൽ അഗ്നികൂടിയിലേക്ക് തള്ളപ്പെട്ട ആ രാജ്യം ഒരിക്കൽ കൂടി ലോകശ്രദ്ധയിലേക്ക് വരാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ശ്രമമാണ്. ഇന്ത്യ വിപുലമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന്റെ മുഖ്യധാരയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നായി മാറിയ സന്ദർഭത്തിൽ അങ്ങനെ പാകിസ്ഥാനിലേക്കും കാശ്മീരിലേക്കും വീണ്ടും ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരികയും നിങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനിലും ചുറ്റിത്തിരിഞ്ഞാൽ മതി, അങ്ങനെ ലോകത്തേക്ക് പോകണ്ട എന്ന നിലയ്ക്ക് ഇന്ത്യയെ ദുർബലപ്പെടുത്തുവാനുമുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ലോകരാഷ്ട്രങ്ങൾ പാകിസ്ഥാന്റെ ഈ ത്രികാല തന്ത്രം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നത് വളരെ പ്രധാനമാണ്. ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയോടുകൂടി കൂടുതൽ ആഗോള രംഗത്ത് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ കഴിയണം. അതിശക്തമായ സൈനികമായ പ്രതികരണവും കൂടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഇതൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നതിൽ കാര്യമില്ല. ഇന്ത്യൻ ജനത രക്തപ്രതികാരം ആഗ്രഹിക്കുന്നുണ്ട്. അത് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതുകൊണ്ട് തീർച്ചയായും അങ്ങനെ ശക്തമായൊരു തിരിച്ചടി ആഗ്രഹിക്കുന്നുണ്ട് ഓരോ ഇന്ത്യക്കാരനും. ആ പൊലിഞ്ഞ 26 ജീവനുകൾക്ക് പകരം പാകിസ്ഥാനോട് മറുപടി തേടേണ്ടതുണ്ട്. ഇന്ത്യക്ക് മറുപടി ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാട് ഇനിയും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുകയാണ്.